യും ബഹുമാനവും കൊടുക്കുമ്പോൾ അവൻ നമ്മെ ഐശ്വര്യമായി അനുഗ്രഹിക്കുന്ന ദൈവമാണെന്ന് നമ്മുടെ മുൻകാല ജീവിതങ്ങളിൽ പോയ നാളുകളിൽ നമുക്ക് അറിയാൻ കഴിയും. നാം ദൈവത്തെ എത്രമാത്രം മാനിക്കുന്നുവോ, എത്രമാത്രം സ്നേഹിക്കുന്നുവോ, എത്രമാത്രം ഹല്ലേലൂയ അവന് വേണ്ടി പ്രവർത്തിക്കുന്നുവോ, അതനുസരിച്ച് ദൈവം നമ്മെ ഐശ്വര്യമായി നടത്തുന്ന ദൈവമാണ് എന്ന് നമുക്ക് അറിയാം. കഴിഞ്ഞ ഒരു വർഷം കടന്നുപോയി. പുതിയൊരു വർഷത്തിന്റെ പുതിയ ആരംഭത്തിൽ, പുതിയ ആഴ്ചയിൽ നമ്മൾ വന്ന് ദൈവത്തെ ആരാധിക്കുമ്പോൾ ഈ വർഷം മുഴുവനും ദൈവം നമ്മെ എന്ത് ചെയ്യും? കാത്ത് പരിപാലിക്കും. നമുക്ക് വേണ്ടതൊക്കെയും ദൈവം നൽകും. പുതുവഴികളെ നമുക്ക് തുറക്കും. ആത്മീയമായും ഭൗതികമായും ശരീരമായും മാനസികമായും അവൻ നമ്മെ അനുഗ്രഹിക്കും. എല്ലാ രോഗപീഠയിൽ നിന്നും അവൻ നമ്മെ വിടുവിച്ച്, ശത്രുവിന്റെ കയ്യിൽ നിന്ന് നമ്മെ വിടുവിച്ച്, നമ്മെ അനുഗ്രഹപാത്രമാക്കി തീർക്കുവാൻ ദൈവത്തിന് കഴിയും. ഹല്ലേലൂയ. ദൈവത്തിന് എന്ത് ചെയ്യാൻ കഴിയും? നമ്മെ അനുഗ്രഹപാത്രമാക്കി തീർക്കുവാൻ കഴിയും. അതാണ് നമ്മുടെ ദൈവം എന്ന് പകൽക്കാലം അറിഞ്ഞിരിക്കുക. ഹല്ലേലൂയ. നമുക്കിന്നൊരു പകൽക്കാലം ഒരു വാക്യം വായിക്കാം. ഇയ്യോബിന്റെ പുസ്തകം അതിന്റെ 12-ാം അധ്യായത്തിന്റെ 14-ാം വാക്യം ഒന്ന് വായിക്കാം. 12:14. അവൻ ഹല്ലേലൂയ ഇടിച്ചു കളഞ്ഞാൽ ആർക്കും പണിതുകൂടാ. ഹല്ലേലൂയ. അവൻ മനുഷ്യനെ ബന്ധിച്ചാൽ ആർക്കും അഴിച്ചുവിടുവാൻ കഴിയുകയില്ല. ഹല്ലേലൂയ. ഇന്ന് പിൽക്കാലം ദൈവത്തിന്റെ കരവിരുത്, ദൈവത്തിന്റെ അത്ഭുതമായ കാര്യങ്ങൾ പ്രവർത്തിക്കുന്ന വശങ്ങളെ കുറിച്ച് ഇയ്യോബിന്റെ പുസ്തകത്തിൽ വ്യക്തമായി പറയുകയാണ്. അവൻ ഇടിച്ചു കളഞ്ഞാൽ ആർക്കും എന്ത് ചെയ്യാൻ പറ്റില്ല? പണിയുവാൻ. ഹല്ലേലൂയ. അവൻ ബന്ധിച്ചാൽ ആർക്കും വിടുവിക്കുവാനും കഴിയുകയില്ല. ഹല്ലേലൂയ. ബന്ധിക്കുവാൻ കഴിവുള്ള ഒരു ദൈവം, ഹല്ലേലൂയ, പൊളിക്കുവാൻ കഴിവുള്ള ഒരു ദൈവം, ആ ദൈവത്തെയാണ് നാം ആരാധിക്കുന്നുള്ള അറിവ് നാം പ്രാപിച്ചു കഴിയുമ്പോൾ നമ്മുടെ കഴിവുകളൊക്കെയും ഒന്നുമല്ല എന്ന് നമുക്ക് തോന്നും. ഹല്ലേലൂയ. ഇപ്പോൾ നമുക്ക് തോന്നുന്നത് നമുക്ക് അനേക കഴിവുകളുണ്ട്, നമുക്ക് പലി ചെയ്യാൻ കഴിയും. ഹല്ലേലൂയ. നമുക്ക് നിയന്ത്രിക്കാൻ കഴിയും, നമുക്ക് അത് ചെയ്യുവാൻ കഴിയും, ഇത് ചെയ്യുവാൻ കഴിയുമെന്നൊക്കെ നാം പറയുന്നുവെങ്കിലും, എന്നാൽ ദൈവസന്നിധിയിൽ വരുന്ന ഒരു വ്യക്തിക്ക് പറയുവാനുള്ളത്, ദൈവത്തെ അറിയുന്ന ഒരു വ്യക്തിക്ക് പറയുവാനുള്ളത്, അവൻ ഇടിച്ചു കളഞ്ഞാൽ ആർക്കും പറയുവാൻ കഴിയുകയില്ല. ഹല്ലേലൂയ. അവന്റെ കയ്യിലാണ് സകലതും ഇരിക്കുന്ന അറിവ് നാം പ്രാപിച്ചിരിക്കണം. ഈ വർഷം മുഴുവനും അവനാണ് നമ്മെ നടത്തുന്നത്, അവന്റെ കയ്യിലാണ് നാം ഇരിക്കുന്നത്, അവനാണ് ഇടിച്ചു കളയുന്നത്, അവനാണ് പണിയുന്നത്, അവനാണ് ബന്ധിക്കുന്നത്, അവനാണ് അഴിച്ചുവിടുന്നത്. ഹല്ലേലൂയ. അവന്റെ കഴിവ് അഗോചരമാണ്. അവൻ വലിയ ദൈവമാണ്, അവൻ നിത്യനായ ദൈവമാണ്, അവൻ അദൃശ്യനായ ദൈവമാണ്, നമ്മെ സൃഷ്ടിച്ച ദൈവമാണ്, നമ്മുടെ മേൽ പൂർണ്ണമായ അധികാരമുള്ളവനാണ്. ഹല്ലേലൂയ. എന്നാൽ ഏത് കെട്ടിനെയും ഏത് ബന്ധനങ്ങളെയും അഴിക്കുവാൻ നമ്മുടെ ദൈവത്തിന് എന്ത് കഴിയും? ഹല്ലേലൂയ. നാഹൂം പ്രവചനം നമുക്കൊന്ന് വായിക്കാം. 1:13 ഒന്ന് വായിക്കാം. നാഹൂം പ്രവചനം 1:13. ഹല്ലേലൂയ. ഒന്നിന്റെ 13. ഞാൻ അവന്റെ മുഖം നിന്റെ മേൽ നിന്ന് ഒടിച്ചു കളയും, നിന്റെ ബന്ധനങ്ങൾ അറുത്തു കളയും ചെയ്യും. ഹല്ലേലൂയ. യഹോവയായ ദൈവം ഇസ്രായേലിന് പറയുമ്പോൾ അവരെ ബന്ധിക്കുവാനും അവരെ നശിപ്പിക്കുവാനും അവരെ ഇല്ലായ്മയാക്കുവാനും പല രാഷ്ട്രങ്ങൾ, പല വ്യക്തികൾ, പല രാജാക്കന്മാർ, പല പ്രഭുക്കന്മാർ അനേകർ എഴുന്നേറ്റ് വന്നപ്പോൾ ദൈവം അവരെ ഏത് നുഖത്തിൽ നിന്നും വിടുവിക്കാൻ ദൈവത്തിന് കഴിയും, ഏത് ബന്ധനത്തിൽ നിന്നും വിടുവിക്കാൻ കഴിയുമെന്ന് ഇസ്രായേലിനോട് പറയുന്ന കാര്യമാണ് നാം ഹല്ലേലൂയ അറിഞ്ഞിരിക്കേണ്ടത്. നമ്മുടെ ദൈവത്തിന് അവൻ പറയാണ്, ഞാൻ അവന്റെ മുഖം നിന്റെ മേലിൽ നിന്ന്
പിശാചായവൻ ഓരോ വിധമായ തന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഓരോ മുഖം നമ്മുടെ മേൽ വെക്കുമ്പോൾ ആ മുഖത്തിൽ നിന്ന് വിടുതൽ തരുവാൻ നമ്മുടെ ദൈവത്തിന് കഴിയുമെന്ന് നാം വിശ്വസിക്കണം. ആരാണ് ഹല്ലേലൂയ നമ്മുടെ മുഖം ഉടച്ചു കളയുന്നത്? നമ്മുടെ ദൈവത്തിന് കഴിയും. പിശാചായവൻ വലിയ ഭാരമാകുന്ന മുഖം നമ്മുടെ ചുമലിൽ വെച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയാതെ, നാം നിവർന്നു നിൽക്കുവാൻ കഴിയാതെ, നാം തളർന്നു പോകുന്ന സന്ദർഭങ്ങളിൽ, നമുക്ക് രക്ഷയില്ല എന്ന് തോന്നുന്ന സമയങ്ങളിൽ, മറ്റുള്ള മുമ്പിൽ ലജ്ജാപാത്രമായി നിന്നാപാത്രമായി തീരുന്ന നേരത്ത് ഹല്ലേലൂയ ദൈവത്തിന്റെ കരുണയാൽ അവൻ നമ്മുടെ മുഖത്തെ അല്ലെങ്കിൽ നമ്മുടെ തലയെ ഉയർത്തുവാൻ കഴിവുള്ള ദൈവം ഒരുത്തൻ ജീവിച്ചിരിക്കുന്നുവെന്ന് നാം ഇന്ന് പിൽക്കാലം വ്യക്തമായി മനസ്സിലാക്കുക. ആരാണ് ദൈവം? നിന്റെ ഹല്ലേലൂയ നിനക്ക് വെക്കുന്ന മുഖം, നിന്റെ കഴുത്തിൽ വെക്കുന്ന മുഖം ഹല്ലേലൂയ മാറ്റി തരുവാൻ ആർക്ക് കഴിയും? നമ്മുടെ ദൈവത്തിന് കഴിയും. നമ്മുടെ ബന്ധനം അഴിക്കുവാൻ ആർക്ക് കഴിയും? നമ്മുടെ ദൈവത്തിന് കഴിയും. ദൈവത്തിന് കഴിയാത്ത ഒന്നും ഈ ലോകത്തില്ല എന്ന് നാം മനസ്സിലാക്കുക. ഇസ്രായേൽ ജനം മിസ്രൈമിൽ ഫറവോന്റെ അടിമത്തത്തിലും അവർ ഊഴവിചാരകരുടെ അടിമത്തത്തിലും കിടക്കുമ്പോൾ, വലഞ്ഞ് നെടുവീർപ്പിടുമ്പോൾ, ദൈവത്തോട് കരയുമ്പോൾ, ദൈവത്തോട് നിലവിളിക്കുമ്പോൾ ഹല്ലേലൂയ ദൈവം പറയാണ്, നിന്റെ മുഖത്തെ അഴിച്ചു മാറ്റുവാൻ എനിക്ക് കഴിയും. നിന്റെ ബന്ധനങ്ങളെ മാറ്റുവാൻ എനിക്ക് കഴിയും. നീ എന്നിൽ വിശ്വസിക്കുക. ഹല്ലേലൂയ നീ എന്നെ കർത്താവും രക്ഷിതവുമായി അംഗീകരിക്കുക. നീ എന്നെ സ്നേഹിക്കുക, എന്റെ കൽപ്പന പ്രമാണിക്കുക, ഞാൻ പറഞ്ഞത് അനുസരിക്കുക. ഹല്ലേലൂയ അങ്ങനെയെങ്കിൽ നിന്റെ മുഖത്തെ മാറ്റിക്കളയുവാൻ എനിക്ക് കഴിയുമെന്ന് ഇസ്രായേൽ പറയുന്നു. നിന്റെ ബന്ധനം അഴിക്കുവാൻ എനിക്ക് കഴിയുമെന്ന് പറയുന്നു. അതുപോലെ തന്നെ ഇസ്രായേൽ അടിമയത്തിൽ കടന്നപ്പോൾ, അന്യ രാജാക്കന്മാരെ കീഴിൽ അടിമയായി വന്നപ്പോൾ അവരോട് ദൈവം പറയാണ്, നിന്റെ ബന്ധനങ്ങളെ എനിക്ക് അഴിക്കുവാൻ കഴിയും. നിന്റെ മുഖം പിന്നിൽ നിന്ന് മാറ്റിക്കളയുവാൻ എനിക്ക് കഴിയും. ഹല്ലേലൂയ ഈ ബന്ധനങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ പലവിധമായ ബന്ധനങ്ങൾ കാണുവാൻ കഴിയും. ഹല്ലേലൂയ ഈ ബന്ധനം നമ്മൾ സാധാരണ നമ്മുടെ പാസ്റ്റർമാരൊക്കെയും ബന്ധനം അഴിഞ്ഞു, ചങ്ങല പൊട്ടി എന്നൊക്കെ പറയാൻ അത് നല്ലത് കാര്യമാണ്. ഭൗതികമായ ബന്ധനങ്ങളും ആത്മീയമായ ബന്ധനങ്ങളും അല്ലെങ്കിൽ പലവിധമായ ബന്ധനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ. എന്നാൽ ദൈവം നമ്മെ കുറിച്ച് ഉദ്ദേശിക്കുന്ന ബന്ധനങ്ങൾ പാപസംബന്ധമായി മരിച്ചിരിക്കുന്ന നമ്മെ ഹല്ലേലൂയ ആ പൈശാചിന്റെ ബന്ധനത്തിൽ നിന്ന്, പിശാചിന്റെ അടിമത്തിൽ നിന്ന് വിടുവിച്ച് തന്റെ സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാക്കി വെക്കുമ്പോഴാണ് നമുക്ക് തല നിവർത്താനും നമ്മുടെ ബന്ധനങ്ങൾ കഴിഞ്ഞെന്നും അറിയുവാൻ നമുക്ക് കഴിയുന്നത്. ഒരു വാക്യം നമുക്ക് വായിക്കാം. റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം ഒന്ന് വായിക്കാം. റോമാലേഖനം 8-ന്റെ ഞാൻ ഇന്ന് സമയമുണ്ടെങ്കിൽ 5 വിടുതലിനെ കുറിച്ച് പറയുവാൻ ആഗ്രഹിക്കുന്നു. അത് നിങ്ങളുടെ മനസ്സിൽ ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ നിങ്ങളുടെ ഡയറിയിൽ ഉണ്ടായിരിക്കണം. അടുത്ത ആഴ്ച നമ്മൾ പഠിക്കുമ്പോൾ മനസ്സിലാക്കുമ്പോൾ ഏതെല്ലാം ബന്ധനമാണ് നമ്മളെ ബന്ധിച്ചിരിക്കുന്നത്, ഏതെല്ലാം ബന്ധനമാണ് നാം വിടുതൽ പ്രാപിക്കേണ്ടത്, ഏതെല്ലാം ബന്ധനമാണ് നാം വിടുതൽ പ്രാപിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ ഹല്ലേലൂയ നാം ഏത് ബന്ധനത്തിലാണ് ഇരിക്കുന്നതെന്ന് ആദ്യം തന്നെ മനസ്സിലാക്കുക. 8-2 മനസ്സിലായോ? ക്രിസ്തുയേശുവിൽ നമുക്ക് സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. ആരാണ് സ്വാതന്ത്ര്യം വരുത്തിയത്? ദൈവം. അവന്റെ പുത്രനായ യേശു ക്രിസ്തുവിനെ ഭൂമിയിലേക്ക് അയച്ച് പാപസംബന്ധമായി മരിച്ച നമ്മെ, ഹല്ലേലൂയ പാപത്തിൽ ജീവിക്കുന്ന നമ്മെ, പാപത്തിൽ ശാപമായി തീർന്ന നമ്മെ അതിൽ നിന്ന് വിടിയിപ്പാൻ സ്വർലോകങ്ങളെ വെടിഞ്ഞ് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് ഹല്ലേലൂയ 2 കള്ളന്മാരുടെ മധ്യേ 3 മേലവൻ തൂക്കപ്പെട്ട് അവസാന തുള്ളി രക്തനുമെന്ന് ഊറ്റി തന്ന് അവൻ പാപത്തിൽ നിന്ന് നമ്മെ വിടുവിച്ചു. തന്റെ സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിൽ അവൻ നമ്മെ ആക്കി വെച്ചു. അവൻ നമുക്ക് പാപത്തിൽ നിന്നൊരു സ്വാതന്ത്ര്യം നൽകി. പാപം ചെയ്യുവാനല്ല, പാപത്തിലായിരുന്ന നമ്മെ പാപത്തിൽ നിന്ന് വിടുവിച്ച് അവന്റെ സ്നേഹസ്വരൂപന്റെ പുത്രനിലാക്കി വെച്ച് നമുക്ക് എന്ത് ചെയ്തു? പാപത്തിന്മേൽ ജയം തന്നു, പാപത്തിന്മേൽ സ്വാതന്ത്ര്യം തന്നു. ഏദൻ തോട്ടത്തിൽ പാപം ചെയ്ത ആദാമേ വർഗം
പാപം സംബന്ധിച്ച് അവൻ ബന്ധസ്ഥനായി തീർന്നു, പൈശാചിന് അവൻ അടിമയായി തീർന്നു, ദൈവത്തിൽ നിന്ന് അന്യപ്പെട്ടു പോയി, അവന് തേജസ് നഷ്ടപ്പെട്ടു, അവന് വസ്ത്രം നഷ്ടപ്പെട്ടു, ദൈവമായുള്ള ബന്ധം നഷ്ടപ്പെട്ടു, ഏദൻ തോട്ടം നഷ്ടപ്പെട്ടു, ജീവവൃക്ഷന്റെ ഫലം നഷ്ടപ്പെട്ടു. അങ്ങനെ വന്നപ്പോൾ അവൻ ആരായി തീർന്നു? പൈശാചികനാൽ ബന്ധിതനായി തീർന്നു. ആ ബന്ധിതനായി തീർന്ന മനുഷ്യവർഗത്തെ വീണ്ടെടുക്കുവാൻ അവൻ കാൽവരി ക്രൂശിന്മേൽ സ്വന്തം ജീവനെ കൊടുത്ത് നമ്മെ വിലയ്ക്ക് വാങ്ങിയെങ്കിൽ അവൻ പാപത്തിൽ നിന്ന് നമുക്ക് സ്വാതന്ത്ര്യം നൽകി, വിടുതൽ നൽകി, പാപമാകുന്ന മുഖം നമ്മിൽ നിന്ന് മാറ്റി, ബന്ധനങ്ങളെ അവൻ അഴിച്ച് നമ്മെ സൗഭാഗ്യത്തിലാക്കി. ഹല്ലേലൂയ. നമ്മെ ആരാക്കി തീർത്തെന്നറിയുമോ? പാപസംബന്ധമായി മരിച്ചിരുന്ന നമ്മെ, പാപത്തിന്റെ അടിമയായിരുന്ന നമ്മെ അവൻ വീണ്ടെടുത്ത് പാപമാകുന്ന മുഖം, പാപമാകുന്ന ബന്ധനം നമ്മിൽ നിന്ന് നീക്കിക്കളഞ്ഞു. ലോകപ്രകാരം ഹല്ലേലൂയ പല ബന്ധനങ്ങളുണ്ട്. ആ ബന്ധനം വിടുതൽ കിട്ടുന്നത് നല്ലതാണ്. എന്നാൽ ഏറ്റവും വലിയ ബന്ധനം ഏതായിരുന്നു അറിയാമോ? ഏറ്റവും വലിയ മുഖം ഏതായിരുന്നു അറിയാമോ? പാപമെന്ന മുഖം. ഹല്ലേലൂയ. പാപമെന്ന ബന്ധനം. പാപത്തിൽ അകപ്പെട്ട ഒരു മനുഷ്യന് അതിൽ നിന്ന് വിട്ടുപോരുവാൻ ഒരു വിധത്തിലും കഴിയുകയില്ല. ഒരു മദ്യപാനിക്ക് അതിൽ നിന്ന് വിട്ടുപോരുവാൻ, കഞ്ചാവ് വലിച്ച് MDMA കഴിച്ച് ഹല്ലേലൂയ പാപജീവിതത്തിൽ ജീവിക്കുന്ന വ്യക്തിക്ക് അതിൽ നിന്ന് വിട്ടുപോരണമെന്ന് പറഞ്ഞാൽ അവന് വിട്ടുപോരുവാൻ കഴിയുകയില്ല. വ്യഭിചാരത്തിൽ ഇടപെട്ട്, ശകനമോഹത്തിൽ ഇടപെട്ട് നടക്കുന്ന ജീവിതങ്ങൾക്ക് അതിൽ നിന്ന് മാറ്റപ്പെടണമെന്ന് അവൻ വിചാരിച്ചാൽ കഴിയുകയില്ല. ഹല്ലേലൂയ. പിശാചിന്റെ അടിമയായി പാപത്തിന്റെ അടിത്തട്ടിൽ പോയി സകലവിധമായ ദുർമാർഗങ്ങളും ചെയ്തുകൊണ്ട് ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് അതിൽ നിന്ന് വിട്ടുമാറണമെന്ന് പറഞ്ഞാൽ അവനെ കൊണ്ട് നടക്കാത്തൊരു കാര്യം, അവനെ കൊണ്ട് ഹല്ലേലൂയ മാറ്റം വരുത്താൻ കഴിയാത്തൊരു കാര്യം നമ്മുടെ ദൈവത്തിന് കഴിയും. അതാണ് ഇവിടെ പറയുന്നത്, അവന്റെ പാപത്തിന്റെ മുഖം അവൻ മാറ്റി തന്നു. പാപത്തിൽ നിന്നുള്ള ബന്ധനം അവൻ നമുക്ക് മാറ്റി തന്നു. എന്നിട്ട് അവൻ എന്ത് ചെയ്തു? തന്റെ സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിൽ നമ്മെ ആക്കി വെച്ചു. നാം സ്വാതന്ത്ര്യമുള്ളവരായി തീർന്നു. ഹല്ലേലൂയ. ഒന്നാമത് നമുക്ക് വേണ്ടത് എന്നറിയാമോ? പാപത്തിൽ നിന്നുള്ള വിടുതൽ, പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം, പാപത്തിന്റെ മുഖം, പാപത്തിന്റെ ബന്ധനം, അതൊക്കെ നമുക്ക് മാറ്റി കിട്ടണമെങ്കിൽ കർത്താവായ യേശുക്രിസ്തുവിന്റെ കാൽവരി ക്രൂശിലൂടെ വന്ന് യേശുവിനോട് പറയണം, എന്റെ പാപത്തെ ക്ഷമിച്ചു തരണമേ, എന്റെ ഹല്ലേലൂയ എന്താ എല്ലാ ദുർമാർഗങ്ങളെയും വിട്ടു തരണമേ എന്നും നാം പറയുമ്പോൾ യേശുക്രിസ്തു നമ്മുടെ പാപത്തിന് വേണ്ടി മരിച്ചു നാം വിശ്വസിക്കും. ഹൃദയം കൊണ്ട് ഏറ്റുപറയും ചെയ്യുമ്പോൾ, ഹല്ലേലൂയ, ഹൃദയം കൊണ്ട് വിശ്വസിക്കും, വായി കൊണ്ട് ഏറ്റുപറയും ചെയ്യുമ്പോൾ നാം രക്ഷിക്കപ്പെടുന്നു, പാപത്തിൽ നിന്ന് വിടുതൽ ലഭിക്കുന്നു, ശാപത്തിൽ നിന്ന് ഹല്ലേലൂയ അവന്റെ മുഖം നമ്മിൽ നിന്ന് മാറിപ്പോകുന്നു. റോമാലേഖനം 10:9 വായിക്കുമ്പോഴാണ് പറയുന്നത്, ഹൃദയം കൊണ്ട് വിശ്വസിക്കുക, വായി കൊണ്ട് നീ എന്ത് ചെയ്യുക? ഏറ്റുപറയുക. അപ്പൊ നാം ആരായി തീർന്നു? രക്ഷിക്കപ്പെട്ടു. നമ്മുടെ പാപത്തിൽ നിന്ന് നാം ഹല്ലേലൂയ പാപമുഖം മാറി. ഒരാൾക്കും മാറ്റാൻ കഴിയാത്തതാണ് പാപത്തിന്റെ മുഖം. ഒരാൾക്കും കഴിയാത്തതാണ് പാപത്തിന്റെ ബന്ധനങ്ങൾ. ഹല്ലേലൂയ. എത്ര ആൾക്കാർ നമ്മൾ പറയുന്നറിയാം, എനിക്കിത് കള്ളുടിക്കുന്നോട് പറയാം, അഭിചാരനോട് പറയാണ്, നീ എന്ന് മാറുന്നു പറയാം, എനിക്ക് മാറാൻ കഴിയുകയില്ല. സിഗരറ്റ് കഴിക്കുന്നോട് പറയാണ്, അത് മാറണമെന്ന് പറഞ്ഞാൽ, മദ്യം കഴിക്കുന്നോട് പറയാണ്, നീ അത് മാറണമെന്ന് പറഞ്ഞാൽ, സിനിമ ശാലയിൽ പോകുന്നതുകൊണ്ട് പറയാം, നീ ഒന്ന് മാറണമെന്ന് പറഞ്ഞാൽ, അല്പം കുടിക്കുന്നവർ ചോദിച്ചാൽ അവനോടൊന്ന് മാറെന്ന് പറഞ്ഞാൽ അവൻ പറയും, എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, മാറുവാൻ കഴിയുന്നില്ല. എന്നാൽ നമ്മുടെ ദൈവത്തിന് എന്ത് കഴിയുന്നറിയാമോ? ബന്ധനങ്ങളെ അഴിക്കുവാൻ കഴിയും. ഇടിച്ചതിനെ ഇടിച്ചു കളയുവാനും, പൊളിച്ചതിനെ പൊളിച്ചു കളയുവാനും, പണിയേണ്ടതിനെ പണിയാനും എന്റെ ദൈവത്തിന് കഴിയുമെന്ന് തൽക്കാലം നാം വിശ്വസിക്കുക. ഹല്ലേലൂയ. നമ്മെ പാപത്തിൽ നിന്ന് അവൻ സ്വാതന്ത്ര്യം വരുത്തി. ഹല്ലേലൂയ. ഇനി പാപത്തിൽ അകപ്പെടാതെ നാം ജീവിക്കുകയാണെങ്കിൽ ഹല്ലേലൂയ ദൈവം നമ്മെ സൂക്ഷിക്കുന്ന വിധങ്ങളെ ഓർത്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതിന്റെ 19 വാക്യം ഒന്ന് വായിക്കാം. 8:19. ദൈവത്വത്തിന്റെ ദാസത്തിൽ നിന്നും. അപ്പൊ നമ്മൾ എന്തിനു വേണ്ടി കാത്തിരിക്കുന്ന അറിയാമോ? ഹല്ലേലൂയ. 19 വാക്യം ഒന്ന് വായിക്കാം. സൃഷ്ടി ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. ഈ ലോകത്തിലെ സകല സൃഷ്ടികളും ദൈവമക്കളുടെ ഉയർപ്പ്,
ദൈവമക്കളുടെ വ്യതിയാനം, ദൈവമക്കളുടെ വ്യത്യാസം, ഹല്ലേലൂയ, ദൈവമക്കൾ എന്നാണ് ഇവിടുന്ന് പോകുന്നത് എന്ന് നോക്കിക്കൊണ്ട് സൃഷ്ടി മുഴുവനും ഈറ്റുന്നതോടുകൂടി ഇരിക്കുകയാണ്. അപ്പൊ ഈ സൃഷ്ടിക്കൊരു മാറ്റം വരണം. ഹല്ലേലൂയ, ദൈവ സൃഷ്ടിയായ മനുഷ്യനും എന്ത് വരണം? മാറ്റം വരണം. എപ്പോഴാണ് മാറ്റം വരുന്നത് അറിയുമോ? സൃഷ്ടി ദൈവപുത്രന്മാരുടെ വെളിപ്പാടിന് ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. സൃഷ്ടികളൊക്കെയും നമ്മുടെ വീണ്ടെടുപ്പാണ്, നമ്മുടെ പുനരുദ്ധാനമാണ് അവർ നോക്കിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് എപ്പോഴാണ് സ്വാതന്ത്ര്യം കിട്ടുന്നത്? നാം എപ്പോഴാണ് ദൈവസന്നിധിയിൽ എത്തിച്ചേരുന്നത്? നാം എപ്പോഴാണ് അവനോടുമായി ചേരുന്നത്? ഹല്ലേലൂയ, നമ്മുടെ ഈ ശരീരത്തെ വിട്ട് ഹല്ലേലൂയ മഹത്വമുള്ള ശരീരം എപ്പോഴാണ് പ്രാപിക്കുന്നത്? ആരാണ് ചിന്തിക്കുന്നറിയാമോ? ഈ സൃഷ്ടി മുഴുവനും അവനെ ആക്കി വെച്ചവന്റെ കൽപ്പന പ്രകാരം അവൻ അടിമനുഭവത്തിലായിരിക്കുകയാണ്, അവനൊരു ബന്ധനത്തിലായിരിക്കുകയാണ്. ആ ബന്ധനത്തിൽ നിന്ന് അവന് വിടുതൽ പ്രാപിക്കണമെങ്കിൽ ദൈവജനം ഇവിടെ നിന്ന് മാറ്റപ്പെടണം. അർത്ഥം മനസ്സിലാകുന്നുണ്ടോ? സൃഷ്ടി ആരെ യാത്ര ഇരിക്കുന്നറിയാമോ? നമ്മളെക്കാളും ബദ്ധപ്പാട് സൃഷ്ടിക്കാണ് ഇവിടെ നിന്ന് നാം പോകേണ്ടത് ആവശ്യമാണ്. നാം പോയെങ്കിൽ മാത്രമേ സൂര്യനും ചന്ദ്രനും ഗോളങ്ങൾക്കും ഒക്കെയും ഹല്ലേലൂയ സമാധാനമായി സ്വസ്ഥയായിരിക്കാൻ കഴിയുള്ളൂ. ഹല്ലേലൂയ, ഈ സൂര്യന്റെ മേലും ചന്ദ്രന്റെ മേലും നമുക്ക് ദൈവം എന്ത് ചെയ്തിട്ടുണ്ട്? അധികാരം തന്നിട്ടുണ്ട്. എപ്പോഴാണോ അധികാരം ഉപയോഗിക്കുക എന്ന് വെച്ച് സൃഷ്ടി വിറയോടെ ഇരിക്കുകയാണ്. ഹല്ലേലൂയ, യോശുവ ഒരിക്കൽ ഇപ്രകാരം പറഞ്ഞു: സൂര്യ നീ അയ്യോനിലും ചന്ദ്ര നീ ഇവയും താഴ്വരയിലും നിൽക്കുക എന്ന് പറഞ്ഞപ്പോൾ അവിടെ നിന്നുവെങ്കിൽ സൃഷ്ടിയുടെ മേലെ നമുക്ക് അധികാരം തന്നിട്ടുണ്ട്. ആർക്ക്? ദൈവജനത്തിന്, സ്വാതന്ത്ര്യം പ്രാപിച്ചവർക്ക്, വിടുതൽ പ്രാപിച്ചവർക്ക്, പാപത്തിൽ നിന്ന് വിടുതൽ പ്രാപിച്ചവർക്ക്, ദൈവമക്കളായവർക്ക് സൃഷ്ടി മേൽ എന്തിട്ടുണ്ട്? അധികാരം തന്നിട്ടുണ്ട്. ആ സൃഷ്ടിയെ നിയന്ത്രിക്കുവാൻ വലിയവനായ ദൈവമാണ് നമുക്ക് അധികാരം തരുന്നത്. അതുകൊണ്ട് സൃഷ്ടി പറയുന്നത് ഹല്ലേലൂയ, എനിക്കെന്ന് സ്വാതന്ത്ര്യം കിട്ടും. ആ സ്വാതന്ത്ര്യം കിട്ടുന്നത് എന്തിനു വേണ്ടി? ഹല്ലേലൂയ, നമ്മുടെ വീണ്ടെടുപ്പായ പുത്രത്തിന് വേണ്ടി. ആത്മാവെന്ന ആദ്യദാനം ലഭിച്ചിരിക്കുന്ന നാമും നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്തിന് വേണ്ടി കാത്ത് ഉള്ളിൽ ഞരങ്ങുകയാണ്. ഈ നുകം എപ്പ മാറും? ഈ ബന്ധനം എപ്പ മാറും? ഈ ദൈവം കെട്ടിയത് അഴിക്കും. ആരെ അഴിക്കും? ഹല്ലേലൂയ, നമ്മുടെ ബന്ധനങ്ങളെ ദൈവത്തിന് അഴിക്കുവാൻ കഴിയും. അവനാണ് ശാശ്വതമായ ഹല്ലേലൂയ ബലവാനും വലിയമായ ദൈവമാണെന്ന് ഇന്ന് പിൽക്കാലം നാം അറിഞ്ഞിരിക്കുക. എല്ലാ സൃഷ്ടിയും വീണ്ടെടുപ്പിന്, ആ ദൈവപുത്രന്മാരുടെ വീണ്ടെടുപ്പിന് വേണ്ടി എന്ത് ചെയ്യാണ്? കാത്ത് ഉള്ളിൽ ഞരങ്ങുകയാണ്. അവർക്ക് വിടുതൽ എപ്പോൾ കിട്ടും? നമ്മുടെ വിടുതലാണ് അവർക്ക് ആവശ്യമുണ്ടിരിക്കുന്നത്. അതിന്റെ 23-ാം വാക്യം, 23 വരെ വായിക്കാം. കണ്ടോ? ആത്മാവെന്ന ആദ്യദാനം ലഭിച്ചിരിക്കുന്ന നാം നമ്മുടെ ശരീരത്തിന് വീണ്ടെടുപ്പായ പുത്രന് വേണ്ടി കാത്തുള്ളിൽ വിടുതൽ കിട്ടിയോ? മനുഷ്യവർഗത്തിന് വിടുതൽ കിട്ടിയോ? ഹല്ലേലൂയ, പാപത്തിൽ നിന്നും ശാപത്തിൽ നിന്നും ആ നമ്മുടെ മൺമമായ ശരീരത്തിൽ നിന്നൊരു വിടുതൽ കിട്ടണമെങ്കിൽ നാം ആത്മാവിനെ പ്രാപിച്ച് ആത്മാവെന്ന ആദിദാനം ലഭിച്ചവരായി നാം നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്തിന് വേണ്ടി കാത്ത് ഉള്ളിൽ ഞരങ്ങുകയാണ്. പാപസംബന്ധമായി നാം ബന്ധിക്കപ്പെട്ടു. ഹല്ലേലൂയ, ഏദൻ തോട്ടത്തിൽ ദൈവമായിട്ടുള്ള ബന്ധം വിട്ടപ്പോൾ നാം പാപസംബന്ധമായി അടിമയായി തീർന്നു, പാപസംബന്ധമായി മരിച്ച് ഹല്ലേലൂയ പാപത്തിൽ ജീവിക്കുന്ന വ്യക്തി ജീവിതങ്ങള് അതിൽ നിന്ന് വിടുതൽ പറയിപ്പാൻ എന്റെ ദൈവത്തിന് കഴിയുമെന്ന് അപ്പോസ്തലനായ പൗലോസ് ഹല്ലേലൂയ റോമയിലുള്ള വിശ്വാസികൾക്ക് കൃത്യമായി പറയുന്ന നമുക്ക് കാണാൻ കഴിയും. 23 വരെ വായിക്കാം. 19-23 വരെ വായിക്കാം. ദാസ്യത്തിൽ നിന്ന് വിടുതലും ദൈവമക്കളുടെ തേജസ്സാകുന്ന സ്വാതന്ത്ര്യം മായയ്ക്ക് കെട്ടിവരിക്കുന്നു. ഹല്ലേലൂയ, നാം ഈ ഭൂമിയിൽ മായയ്ക്ക് കെട്ടിയിരിക്കുന്ന പോലെ ഈ ശാപത്തിനും അല്ലെങ്കിൽ പാപത്തിനും ഹല്ലേലൂയ നമ്മെ കീഴ്പ്പെടുത്തുവാൻ പരിശ്രമിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ പാപത്തിന് കീഴിലിരിക്കുന്ന ആ ഓരോ മനുഷ്യർക്കും ഹല്ലേലൂയ പാപത്തിൽ നിന്ന് വിടുതൽ കിട്ടിയ വ്യക്തികൾക്ക് വേണ്ടി സൃഷ്ടി എന്ത് ചെയ്യാണെന്നറിയാമോ? ഈ ചിന്നുവോടുകൂടെ കാത്തിരിക്കുകയാണ്. ഇവർക്ക് എന്നാണ് വിടുതൽ കിട്ടിയിട്ടുണ്ടോ? ദൈവമക്കളായ നമുക്ക് പാപത്തിൽ നിന്ന് വിടുതൽ കിട്ടി. ഹല്ലേലൂയ, എന്നാൽ ശരീരമായി പൂർണ്ണമായി വിടുതൽ ലഭിച്ചിട്ടുണ്ടോ? പൂർണ്ണമായി
ഹല്ലേലൂയ വിടുതൽ ലഭിക്കേണ്ടി വേണ്ടി സൃഷ്ടി ഹല്ലേലൂയ അത് ബന്ധപ്പെട്ട് കാത്തിരിക്കുകയാണ്. അതിനെ ആക്കി വെച്ചതിന്റെ കൽപ്പന പ്രകാരം കാത്തിരിക്കുകയാണ്. അവന് സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ല. അവന് സ്വാതന്ത്ര്യം കിട്ടണമെങ്കിൽ നാം ഇവിടുന്ന് എന്ത് ചെയ്യണം? പോകണം. പോകുമോ? നാം ഇവിടുന്ന് പോകുമോ? സംശയം, ഡൗട്ട് ഉണ്ട് അല്ലേ? ഹല്ലേലൂയ. രണ്ടാമത് റോമാലേഖനം 8:1 വായിക്കുമ്പോൾ ശാപത്തിൽ നിന്നുള്ള വിടുതൽ. ഒന്ന്, സമയമൊരുക്കൊണ്ട് ഞാൻ വേഗം പോവുകയാണ്. 2, ശാപത്തിൽ നിന്ന് വിടുതൽ. ഒന്ന് വായിക്കാം. റോമാലേഖനം 8:1. ഇപ്പോൾ ക്രിസ്തുവേശുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. ഹല്ലേലൂയ. നീ എവിടേക്ക് വരണം? ക്രിസ്തുവേശിലേക്ക് വരണം. ക്രിസ്തുവേശിലേക്ക് വന്നാൽ നിനക്ക് എന്തില്ല? ഒരു ശിക്ഷാവിധിയുമില്ല. നീ പാപത്തിൽ നിന്ന് വിടുതൽ പ്രാപിച്ചു. ഹല്ലേലൂയ. ശാപത്തിൽ നിന്ന് വിടുതൽ പ്രാപിച്ചു. ഈ ലോക പ്രപഞ്ചത്തിൽ നിന്ന് നമ്മൾ ഒരു വിടുതൽ പ്രാപിച്ചു. നിത്യമായ രക്ഷയ്ക്ക് നാം അവകാശിയെ തീർന്നു. ദൈവ സ്നേഹത്താൽ, ദൈവത്തിൽ നമുക്ക് ചെയ്ത കരുണ മുഖാന്തരം, ക്രൂശിച്ചൊരിഞ്ഞ രക്തമുഖാന്തരം അവൻ നമുക്ക് സ്വാതന്ത്ര്യം വരുത്തി. ഇപ്പോൾ നീ ക്രിസ്തുവേശിലാകുന്നുവെങ്കിൽ നിനക്കൊരു ശിക്ഷാവിധിയുമില്ല എന്ന് വേദപുസ്തകം വ്യക്തമായി പറയുന്നു. അത് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലോട് പറയും. നീ ക്രിസ്തുവിലാണോ? ഒരു ശിക്ഷാവിധി നിനക്കില്ല. നീ ഒരു ദൈവമകനാണോ? ഒരു ശിക്ഷാവിധി നിനക്കില്ല. നീ പാപസംബന്ധത്തിൽ നിന്ന് വിട്ടോ? ഹല്ലേലൂയ, നിനക്കൊരു ശിക്ഷാവിധിയുമില്ല. നീ സകലവിധമായ ദോഷവശങ്ങൾ വിട്ട് പാപം എനിക്ക് ക്ഷമിച്ചു തന്നിട്ടുണ്ടെങ്കിൽ, ലംഘനം ക്ഷമിച്ചും പാപം മറച്ചു കിട്ടിയ മനുഷ്യൻ ഭാഗ്യവാൻ. അവന്റെ പാപം ക്ഷമിച്ച് ലഭിച്ചിട്ടുണ്ടെങ്കിൽ അവൻ സ്വാതന്ത്ര്യനാണ്. അവൻ സ്വാതന്ത്ര്യം പ്രാപിച്ചവനാണ്. അവന്റെ മുഖം ദൈവം മാറ്റിക്കളഞ്ഞു. അവന്റെ ബന്ധനത്തിൽ നിന്ന് അവൻ സ്വാതന്ത്ര്യനായി തീർന്നു. ഇനി നാം എന്ത് ചെയ്യരുത്? ഹല്ലേലൂയ. ഗലാത്യലേഖനം 3:13 പറയുമ്പോൾ ഇനി നിങ്ങൾ എന്ത് ചെയ്യരുത്? അടിമനുഖത്തിൽ ഇനിയും പോയി കുടുങ്ങരുത്. 3:13 ഗലാത്യലേഖനം 3:13 വായിക്കാം. ശാപത്തിൽ കിടന്ന നമ്മെ, പാപത്തിൽ കിടന്ന നമ്മെ യേശുക്രിസ്തുവിന്റെ മരണമുഖാന്തരം അവൻ നമ്മെ ഉയർപ്പിച്ച് തിരുസനിൽ നിർത്തിയിരിക്കുന്നു. എഫേസ്യ ലേഖനം 2:7 പറയുമ്പോൾ അവൻ നമ്മെ വിശ്വാസത്താൽ ക്രിസ്തുയേശുവിനോടുകൂടി ഉയർപ്പിച്ച് അവന്റെ സന്നിധിയിൽ, അവന്റെ രാജ്യത്തിൽ, അവന്റെ സന്നിധിയിൽ നമ്മെ ഇരുത്തിയിരിക്കുന്നു, നിർത്തിയിരിക്കുന്നു നമുക്ക് കാണുവാൻ കഴിയും. ഗലാത്യലേഖനം 3:13. മരത്തിന്മേൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവൻ എന്ന് എഴുതിയിരിക്കുന്ന പോലെ ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു. അവൻ നമ്മെ സകലവിധമായ പാപത്തിൽ നിന്നും ശാപത്തിൽ നിന്നും അവൻ നമ്മെ വിലയ്ക്ക് വാങ്ങി. അബ്രഹാമിന്റെ അനുഗ്രഹങ്ങൾ ശേഷി നമുക്ക് എന്തിരിക്കുന്നു? നൽകിയിരിക്കുന്നു. അത് വിശ്വാസത്താൽ പ്രാപിക്കുന്നതാണ്. വിശ്വാസം ഇല്ലാത്തവന് എന്നും ശാപ. വിശ്വാസം ഇല്ലാത്തവൻ പറയും എന്നും ശാപത്തിൽ നിന്ന് വിടണം, ശാപത്തിൽ നിന്ന് വിടണം, ശാപ. ഹല്ലേലൂയ. ഇന്ന് അനേകര് പ്രസംഗിക്കുന്നുണ്ട്. എന്താണെന്നറിയാമോ? ശാപമുണ്ട്. ഞാൻ വായിച്ചു കേൾപ്പിച്ചു തരാം നിങ്ങൾക്ക്. ശാപമുള്ളവരെ ശാപം ഇല്ല എന്ന് ഹല്ലേലൂയ ഒരാളും പറയണ്ട. ശാപമുണ്ട്. ആർക്കാണെന്നുള്ളത് നാം മനസ്സിലാക്കണം. ഇപ്പോൾ ക്രിസ്തുയേശുവിലേക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ല. ഇപ്പോൾ ക്രിസ്തുയേശുവിൽ എന്ത് ചെയ്തു? ശാപത്തെ മാറ്റി അത് നമുക്ക് അനുഗ്രഹമാക്കി തന്നു. കാൽവരി ക്രൂശിന്മേൽ യേശു ക്രിസ്തു യാഗമായി തീർന്നത് മുതൽ അവൻ നമുക്ക് ശാപമായി തീർന്നു. അന്തരം നമ്മുടെ ശാപം അവൻ ഏറ്റെടുത്ത് നമ്മെ അവൻ വിലയ്ക്ക് വാങ്ങി അവന്റെ പുത്രന്മാരാക്കി തീർത്തപ്പോൾ നമ്മുടെ മേത്തുള്ള ശാപം എന്നേക്കുമായി മാറ്റപ്പെട്ടു. ഇനി നീ ശാപം മാറാൻ ഉപവാസം കണ്ടാട്ടോ. നീ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് വന്ന ശാപമാണ്. ദൈവിക ശാപം, ദൈവം തന്ന ശാപവും ഹല്ലേലൂയ നാം ചെയ്യുന്ന ക്രിയകളുടെ ശാപവും രണ്ടാണ്. നീ ചെയ്യുന്ന പാപത്തിന് നീ ശിക്ഷ അനുഭവിച്ചേ കഴിയൂ. അതിന് നീ ഏത് പാസ്റ്റർമാർ വന്ന് പ്രാർത്ഥിച്ചാലും എന്തില്ല. നീ വ്യഭിചാരം ചെയ്തിട്ട് കർത്താവ് പാസ്റ്റർക്ക് കുറച്ച് കാശ കൊടുത്തിട്ട് എന്തായാലും ഈ പ്രാർത്ഥിക്ക് ഞാൻ വ്യഭിചാരം ചെയ്തിട്ടുണ്ട്, അപ്പൊ പാസ്റ്റർക്ക് ഒരു ഇഷ്ടം, നീ എന്താ പറയുക ചെവി കാണിക്കും. അത് വേണ്ട. നീ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ നീയും നിന്റെ സന്തതിയും അതിന് ശാപം അനുഭവിച്ചേ തീരൂ. ഞാൻ വാക്യങ്ങൾ വായിച്ച് കേൾപ്പിച്ചുതരാം. സമയം ഉണ്ടെങ്കിൽ ഞാൻ അത് കേൾപ്പിച്ചുതരാം നിങ്ങൾക്ക്.
നമ്മൾ വായിച്ചിട്ടില്ലേ? സദൃശ പുസ്തകം 3:33. നീതിമാന്റെ ഭവനത്തിൽ എന്തില്ല? ശാപമില്ല. ശാപം ആരുടെ വീട്ടിൽ? ദുഷ്ടന്റെ വീട്ടിൽ. നീ അറിഞ്ഞിരിക്കുക. ഈ പാസ്റ്റർമാർക്ക് അറിവുണ്ടായിട്ടോ അറിവില്ലാണ്ടോ എന്ന് എനിക്കറിയില്ല. അവർ പറയുന്നത് വിശ്വാസികളെ കൊണ്ടുവന്ന് തിരുവത്താൻ കൊടുക്കുമ്പോൾ അത് കൊടുക്കുമ്പോൾ നിനക്ക് ശാപമുണ്ട് അതിനു വേണ്ടി നീ ഇരുന്നോ. ശാപമുണ്ട്. ആർക്ക്? നീ ഒരു ദുഷ്ടനായി സഭയിൽ നിലനിൽക്കുന്നുവെങ്കിൽ, ഈ പാപത്തിൽ നിന്ന് വിടുതൽ ലഭിച്ചിട്ടില്ലെങ്കിൽ, ശാപത്തിൽ നിന്ന് വിടുതൽ ലഭിച്ചിട്ടില്ലെങ്കിൽ നിന്റെ മേൽ എന്തുണ്ട്? ശാപമുണ്ട്. ഹല്ലേലൂയ. മരത്തിന്മേൽ തൂങ്ങപ്പെടുന്നവർക്കെയും ശാപവസ്തുവായി തീർന്നിരിക്കുമ്പോൾ നീ മരത്തിന്മേൽ തൂക്കപ്പെടേണ്ടവനാണ്. നീ മരണശിക്ഷ അനുഭവിക്കേണ്ടതാണ്. ഹല്ലേലൂയ. നീ അങ്ങനെ അനുഭവിക്കേണ്ടതാണെങ്കിൽ, നീ അതിൽ നിന്ന് യേശുക്രിസ്തു മുഖാന്തരം ജയം പ്രാപിക്കുന്നില്ലെങ്കിൽ, യേശുക്രിസ്തു മുഖാന്തരം വിടുതൽ പ്രാപിക്കുന്നില്ലെങ്കിൽ, യേശുക്രിസ്തു നിന്നെ രക്ഷിക്കുന്നില്ലെങ്കിൽ നീ ശാപത്തിൻ കീഴിലാണ്. ഹല്ലേലൂയ. ശാപം നിന്നെ വിട്ടുപോകണമെങ്കിൽ നീ കാൽവരി ക്രൂശിന്റെ അടിക്ക് വരണം. കാൽവരി ക്രൂശിന്റെ അടിക്ക് വന്നവർക്ക് എന്തില്ല? ശാപമില്ല. ഹല്ലേലൂയ. ശാപമില്ലാത്തൊരു ജീവിതമാണ് ക്രിസ്തു യേശുവിൽ കൂടി നമുക്ക് ലഭിച്ചിരിക്കുന്നത്. പാപത്തിൽ നിന്ന് വിടുന്നവര് ശാപമില്ല. ശാപമുണ്ടെന്ന് പറഞ്ഞാൽ ഇല്ല എന്ന് നിഷേധിക്കാൻ ഞാനില്ല എന്ന് പറഞ്ഞാൽ, ഒരു ബൈബിൾ പഠിച്ചു കഴിഞ്ഞാൽ 5-10 കാര്യം ചെയ്യുന്നവന് എന്തുണ്ട്? ശാപം. ഹല്ലേലൂയ. അപ്പനും അമ്മേനെയും നിഷേധിക്കുന്ന ശാപമുണ്ട്. ഹല്ലേലൂയ. അത് നമ്മൾ ആവർത്തന പുസ്തകം 28-ലും 26-ലൊക്കെ വായിച്ചു കഴിഞ്ഞാൽ അതിൽ ശാപമുണ്ട്. ആർക്ക്? ദൈവമക്കൾക്കല്ല. ആർക്കാണെന്നറിയാമോ? ദുഷ്ടതരം ചെയ്യുന്ന ദുഷ്ടന്മാർക്ക്. അവർ സഭയിൽ ഇല്ല കേട്ടോ. നിന്റെ സഭയിൽ ആരില്ല? ദുഷ്ടന്മാരുമില്ല, കള്ളന്മാരുമില്ല, പോക്കിരിയില്ല, വ്യഭിചാരികളില്ല, ആരുമില്ല. അപ്പൊ നിന്റെ സഭയിൽ എന്തുണ്ടായിരിക്കില്ല? ശാപവസ്തുക്കള് ഉണ്ടെങ്കിൽ തന്നെ അവ ഓടിപ്പോക്കോളും. പിറ്റത്താഴ്ച അവൻ വരില്ല കേട്ടോ. നീ പാസ്റ്റർ ശാപമില്ലാണ്ട് ഇരുന്നാൽ, പാസ്റ്റർമേത്ത് ശാപം ഉണ്ടെങ്കിൽ ശാപമുള്ളവരൊക്കെ വന്നുകൂടും. എന്നാൽ പാസ്റ്റർമേത്ത് എന്തുണ്ടാവാൻ പാടില്ല? ശാപം ഉണ്ടാകാൻ പാടില്ല. അവൻ യേശുക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെടുന്നു, പാപക്ഷമ ലഭിച്ചവനും, പാപത്തിൽ നിന്ന് വിടുതൽ പ്രാപിച്ചവനും, രക്ഷ ദൈവത്തിൽ നിന്ന് പ്രാപിച്ചവനും, യേശുക്രിസ്തുവിനെ വ്യക്തമായി അറിയുന്നവനും, യേശുക്രിസ്തുവിനെ വ്യക്തമായി സേവിക്കുന്നവനും, യേശുക്രിസ്തുവിനെ ശരിയായിട്ട് ആരാധിക്കുന്നവനുമായ നിത്യതയിലേക്ക് പോകുന്ന ഒരു ദൈവദാസന്റെ സഭയിൽ ആരുണ്ടായിരിക്കില്ല. പറയാൻ പറ്റുമോ? ശാപമുള്ളവരുണ്ടാവില്ല. അവർ പാസ്റ്റർ കാണുമ്പോൾ തന്നെ ഓടും. ഇരിക്കില്ല, അവന് ഇരിക്കാൻ പറ്റില്ല. ഹല്ലേലൂയ. ഞാൻ എൻ്റെ വശത്തേക്ക് പോകുന്നില്ല. ആർക്കെങ്കിലും തർക്കം ഉണ്ടെങ്കിൽ ഞാൻ പിന്നീട് പഠിപ്പിച്ചുതരാം. ദൈവസഭയിൽ ആരില്ല? ശാപമുള്ളവരില്ല. പാപമുള്ളവര്, ഹല്ലേലൂയ, പാപം ചെയ്തുകൊണ്ടിരിക്കാൻ പാടില്ല. ശാപമുള്ളവര് ദൈവസഭയിൽ ഇല്ല. അതുകൊണ്ട് ഇന്ന് വൽക്കാരം മനസ്സിലാക്കേണ്ടത്, ദൈവസഭയിൽ ആരില്ല? നീ അതിനു വേണ്ടി എന്ത് ചെയ്യണ്ട? ഉപവസിക്കേണ്ട, പ്രാർത്ഥിക്കേണ്ട. അവ ഓടിയോളും. അവ ശാപമുള്ളടത്തേക്ക് ഓടിയോളും. നിത്യമായ നരകത്തിന് യോഗ്യരായ സഭകളുണ്ട്, അതിലേക്ക് അവ ഓടിപ്പോക്കോളും. നിന്റെ സഭയിൽ ആരില്ല. എന്നാൽ ബൈബിളിൽ എന്തുണ്ട്? അപ്പനമ്മനെയും തല്ലുന്നവന് ശാപം കിട്ടും. അതുപോലെ പാപസംബന്ധമായി ശാപത്തിൽ പല വാക്യങ്ങൾ നമുക്ക് ബൈബിളിൽ കാണുവാൻ കഴിയും. അത് ഞാൻ ഇവിടെ സ്ഥലമുണ്ടെങ്കിൽ, ആ സമയമുണ്ടെങ്കിൽ ഞങ്ങൾ വിവരിച്ചു തരാം. ഹല്ലേലൂയ. ഗലാത്യ ലേഖനം 3:10 വായിച്ചേ, പെട്ടെന്നറിയാം. ഗലാത്യ ലേഖനം 3:10. ന്യായപ്രമാണത്തിന്റെ കീഴിൽ ആശ്രയിക്കുന്ന ഏവനും ശാപത്തിന് കീഴിലാണു. നിന്റെ സഭയിലുള്ള ന്യായപ്രമാണമാണോ കൊണ്ട് നടക്കുന്നത്? ശനിയാഴ്ചയാണോ ആരാധിക്കുന്നത്? ന്യായപ്രമാണത്തിന് ബലിയാണോ അർപ്പിക്കുന്നത്? യാഗപീഠത്തിന്റെ ഡേറ്റുകളാണോ കൊണ്ടാടുന്നത്? ന്യായപ്രമാണ പ്രകാരമാണോ ജീവിക്കുന്നത്? ന്യായപ്രമാണത്തിന് കീഴിലുള്ളവർക്ക് എന്തുണ്ട്? അരിവിടാത്തവർക്ക് എന്തുണ്ട്? ന്യായപ്രമാണത്തിന് കീഴിലുള്ളവർക്ക് ശാപമുണ്ട്. ദൈവമക്കള്, നാം ന്യായപ്രമാണത്തിന് കീഴിലുള്ളവരല്ല. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് പരിശുദ്ധാത്മ പ്രാപിച്ച് ദൈവകൃപയിൽ നിൽക്കുന്നവര്, സ്വാതന്ത്ര്യം പ്രാപിച്ചവരാണ്. നാം ആരാണെന്നറിയാമോ? ദൈവദൃഷ്ടിയിൽ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. സഭയിൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. ഭൂമിയിൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞത്, ദുഷ്ടന്റെ വീട്ടിൽ എന്തുണ്ട്? ശാപമുണ്ട്. എനിക്ക് ഈ ശാപം ഉണ്ടെന്ന് പറഞ്ഞ പാസ്റ്റർമാർ പറയാനുള്ളത് എന്തെന്നറിയാമോ? ശാപമുള്ളവരെ നീ എന്ത് ചെയ്യായിരിക്കുമോ? കൊണ്ടു നടക്കാതിരിക്കുമോ? അവരെ ദശാംശം നീ എന്ത് ചെയ്യായിരിക്കുമോ? മേടിച്ച് ഭക്ഷിക്കാതിരിക്കുമോ? ശാപമുള്ളവന്റെ കയ്യിൽ നിന്ന്, ശാപമേറ്റവന്റെ കയ്യിൽ നിന്ന് നീ എന്ത് ചെയ്യരുത്?
ഹല്ലേലൂയ. ഒരു വരുമാനം നീ പറ്റരുത്. ബൈബിൾ പറഞ്ഞത് എന്താണെന്നറിയുമോ? വേശ്യയുടെ പണം നീ ദേവാലയത്തിൽ കൊണ്ട്, നായ വിറ്റ പണം നീ എന്ത് ചെയ്ത് ദേവാലയത്തിൽ കൊണ്ട്. അതുപോലെ തന്നെ പാപം ചെയ്യുന്ന വ്യക്തികളാണെങ്കിൽ നീ അവന് തിരുവത്താഴം കൊടുക്കരുത്. ശാപത്തിന് കീഴാണെങ്കിൽ അവന് നീ ഹാത്രമേശ കൊടുക്കരുത്. ഹല്ലേലൂയ. പാപമില്ലാത്തവൻ, ശാപമില്ലാത്തവൻ, സ്വാതന്ത്ര്യം പ്രാപിച്ചവൻ ദൈവമക്കളാണ് ഹോളി കമ്മ്യൂണിയൻ കഴിക്കേണ്ടത്. ഹല്ലേലൂയ. ഉപദേശം പറയുമ്പോൾ അനേകർക്ക് എന്തുണ്ട്? വിഷമമുണ്ടായിരിക്കാം. ഹല്ലേലൂയ. ഇപ്പോ ഈ ഗലാത്യ ലേഖനത്തിൽ 3:10 ഒന്ന് വായിച്ചു നോക്കിയാൽ എന്താണ് പറഞ്ഞതില്? നീ ന്യായപ്രമാണത്തെ പ്രവൃത്തിയാണോ ചെയ്യുന്നത്? പുതിയ നിയമ വിശ്വാസികൾ, ദൈവസഭയിലേക്ക് വന്നവർ, പുതിയ നിയമത്തിൽ വിശ്വസിക്കുന്നവർ, കർത്താവ് യേശു ക്രിസ്തുവിന്റെ കാൽവരി ക്രൂശിന്മേൽ ആ യാഗത്തിൽ വിശ്വസിച്ച് സ്വാതന്ത്ര്യം പ്രാപിച്ചവർ ന്യായപ്രമാണത്തിന് കീഴിലാണോ? ന്യായപ്രമാണത്തിന് കീഴിലാണ് നീ ആരാധിക്കുന്നെങ്കിൽ, ന്യായപ്രമാണം നീ പ്രവർത്തിക്കുന്നെങ്കിൽ, ന്യായപ്രമാണമാണെങ്കിൽ നീ പരിച്ഛേദന കേൾക്കുന്നെങ്കിൽ, ന്യായപ്രമാണ പ്രകാരം നീ ശനിയാഴ്ച ആരാധിക്കുന്നെങ്കിൽ, ന്യായപ്രമാണ പ്രകാരം നീ ബലി കഴിക്കുന്നെങ്കിൽ, ന്യായപ്രമാണം പ്രകാരം നിനക്ക് പുരോഹിതന്മാരുണ്ടെങ്കിൽ, നീ ആരുടെ കീഴിലാണെന്നറിയുമോ? ശാപത്തിന് കീഴിലാണ്. പുതിയ നിയമ വിശ്വാസികൾ ശാപത്തിന് കീഴിലാണോ? അവരൊക്കെ ഇതുണ്ടോ? വ്യക്തമായി മനസ്സിലാക്കുക. ഒരു സഭയിൽ നിൽക്കുമ്പോൾ ഹല്ലേലൂയ, പാസ്റ്റർക്ക് ശാപം ഉണ്ടെങ്കിൽ അവർക്കും ശാപം ഉണ്ടാവും. പാസ്റ്റർക്ക് ശാപം ഇല്ലെങ്കിൽ വ്യക്തികൾക്കും എന്തില്ല? ശാപമില്ല കേട്ടോ. ഹല്ലേലൂയ. ശാപത്തിന് മുറിച്ചു കളയാനാണ്, ശാപത്തെ ഇല്ലാതാക്കാനാണ് നമ്മുടെ ലോകരക്ഷിതാവായ യേശു ക്രിസ്തു വന്നത്. അതുകൊണ്ട് ഹല്ലേലൂയ, ദൈവമക്കളായ നമുക്ക്, ക്രിസ്തുയേശു ജീവിച്ചവർക്ക്, ക്രിസ്തുയേശു ജനിച്ചവർക്ക്, ക്രിസ്തുയേശുവിനെ അനുഗമിക്കുന്നവർ, നിത്യയിലെത്തുന്നവർക്ക് എന്തില്ല? ശാപമില്ല. അപ്പൊ നമ്മുടെ സഭയിൽ ഇങ്ങനത്തെ വല്ലവരുണ്ടോ? നമ്മുടെ സഭയിൽ ആരുമില്ല കേട്ടോ. ഇനി നാലാമത് വായിക്കാം. മലാക്കി 3:9. ശാപത്തിന്റെ അവിടേക്ക് വരുമ്പോൾ ഞാൻ ശാപം മാറിയോ മാറിയില്ലെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഹല്ലേലൂയ. 3:9. മലാക്കി 3:9. നിങ്ങൾ എന്നെ തോൽപ്പിക്കുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ, നിങ്ങളുടെ സഭയിലെ ദൈവത്തെ തോൽപ്പിക്കുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ആര് കീഴിലാണ്? ശാപത്തിന് കീഴിലാണ് കേട്ടോ. അപ്പൊ നീ ദൈവത്തെ തോൽപ്പിനെ കൊണ്ട് എന്ത് ചെയ്യണ്ട? ഹോളി കമ്മ്യൂണിയൻ കൊടുത്തിട്ട് ആടിപ്പാടി എന്ത് ചെയ്യണ്ട? കിന്നരം കേൾപ്പിച്ച് ഹല്ലേലൂയ സ്വർഗ്ഗത്തിൽ കൊണ്ടുപോകാൻ നോക്കണ്ട. ദൈവത്തെ തോൽപ്പിക്കുന്നവൻ എന്തുണ്ട്? ശാപമുണ്ട്. അപ്പൊ നീ തോൽപ്പിക്കാത്തവരായിരിക്കണം നിന്റെ സഭയിൽ. നമ്മുടെ സഭയിൽ അങ്ങനെ വല്ലവരുണ്ടോ ദൈവത്തെ തോൽപ്പിക്കുന്നവര്? അപ്പൊ അതുകൊണ്ട് ശാപമില്ല കേട്ടോ. നമ്മുടെ സഭയിലുള്ളവർക്ക് ആർക്കും ശാപമില്ല. എന്താ കാരണം? ഹല്ലേലൂയ. ന്യായപ്രമാണത്തിന് കീഴിലുള്ള ശാപഗ്രസ്തരായി വിലയ്ക്ക് വാങ്ങി അവനെ മക്കളാക്കി തീർത്തപ്പോൾ, ഹല്ലേലൂയ, ദൈവമകനായി തീർന്നപ്പോൾ, മകന്റെ വീട്ടിൽ എന്തില്ല? ശാപമില്ല. ദുഷ്ടന്റെ വീട്ടിൽ എന്തുണ്ട്? ശാപമുണ്ട്. ഗലാത്യ ലേഖനത്തിൽ നമ്മൾ 3:10 വായിച്ചു. ശാപം ആര് വീട്ടുണ്ട്? ഹല്ലേലൂയ. പാപം ചെയ്യുന്നവനുണ്ട്, വ്യത്യാസം വരാത്തവനുണ്ട്. മലാക്കി 3:9 എന്താ പറഞ്ഞെന്നറിയാമോ? നിങ്ങൾ എന്നെ തോൽപ്പിക്കും. ദൈവത്തെ തോൽപ്പിക്കുന്നവർ ആരെങ്കിലും സഭയിലുണ്ടെങ്കിൽ അവരാരാണെന്നറിയാമോ? ശാപഗ്രസ്തരാണ്. അവര് നീ കൂട്ടി എന്ത് പോണ്ട? സ്വർഗ്ഗത്തിൽ പോകാൻ നോക്കണ്ട. നീയും പോകില്ല, നിന്റെ വിശ്വാസികളും പോകില്ല. ദൈവത്തെ തോൽപ്പിക്കുന്നത് ശാപമാണ്. ദൈവത്തെ തോൽപ്പിക്കുന്നത് വീട്ടിൽ എന്തുണ്ട്? ശാപമുണ്ട്. ഹല്ലേലൂയ. ശാപമുള്ളവർ മനസ്സിലായപ്പോ ആവർത്തന പുസ്തകം 22 വായിച്ചാൽ നമുക്കറിയാം. അവിടേക്ക് ഞാൻ അധികം കടക്കുന്നില്ല. ഞാൻ നിങ്ങൾക്ക് കുറിവാക്യമായിട്ട് 2-3-4 വാക്യം തരുന്നു മാത്രം. ഇനി നിങ്ങൾ ശാപം ഉണ്ടെന്നുകൊണ്ട് ഇവിടെ വരായിരിക്കോ? ശാപം ഉണ്ടെന്നുകൊണ്ട് നീ ഉപസിക്കുകയായിരിക്കോ? ഹല്ലേലൂയ. നിന്റെ മേത്ത് എന്തില്ല? ശാപം ഇല്ലവേ ഇല്ല. ഹല്ലേലൂയ. ശാപം മുഴുവനായി ദൈവം നമുക്ക് തീർത്തു തന്നു. നമ്മൾ ഇനി കാത്തിരിക്കുന്നതോ നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്തിന് വേണ്ടി നാം കാത്ത് ഉള്ളിൽ ഞെരങ്ങയാണ്. അതിന് നമുക്ക് ആത്മാവെന്ന അച്ചാരം തന്നിട്ടുണ്ട്. ആത്മാവിൽ നാം ജീവിക്കുന്നു, ആത്മാവിൽ നാം ഹല്ലേലൂയ നാം നടക്കുന്നു, ആത്മാവിൽ നാം പ്രവർത്തിക്കുന്നു. ആത്മാവെന്ന ആദ്യദാനം ലഭിച്ചിരിക്കുന്ന നാമും നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രന് വേണ്ടി എന്ത് ചെയ്യുന്നു?
കാത്ത് ഉള്ളിൽ ഞരങ്ങയാണ്. എപ്പോൾ വരും എൻ്റെ കാന്തൻ, എപ്പോൾ വരും എൻ്റെ പ്രിയൻ, ഞാൻ എന്ന് അവന്റെ സന്നിധി ചേരും. ഹല്ലേലൂയ. ശാപമില്ലാത്ത നാട്, ശാപമില്ലാത്ത വീട്, രോഗിയില്ലാത്ത വീട്, രോഗമില്ലാത്ത നാട്ടിലേക്ക് എന്ന് ചെന്ന് ചേരും. ഹല്ലേലൂയ. അപ്പൊ വെളിപ്പാട് പുസ്തകത്തില് ഇനി ശാപമില്ല എന്ന് പറയുന്നത്. ഇനി ശാപമില്ല. വെളിപ്പാട് പുസ്തകത്തില് ഇനി എന്തില്ല? ശാപം ഇല്ല എന്ന് പറയുന്ന കുറെ വാക്യങ്ങൾ കൊണ്ട് നടക്കുന്നവരുണ്ട്. ഇനി ശാപമില്ല. ദൈവങ്ങൾക്ക് എന്തില്ല? നമ്മെ സ്വർഗരാജ്യത്തിൽ എന്ത് ചെയ്തിരിക്കണം? ദൈവം ഇരുത്തിയിരിക്കണം. എന്നാൽ നീ ദൈവത്തെ തോൽപ്പിച്ചാല് ശാപം ഉണ്ടായിരിക്കും. നീ ദൈവത്തിൽ നിന്ന് അന്യപ്പെട്ടു പോയാല് ശാപം ഉണ്ടാവും. നീ മറ്റൊരെ കൊല ചെയ്താല് ശാപം ഉണ്ടാവും. നീ ഒരു ദുഷ്ടനായിരുന്നാൽ നിനക്ക് ശാപം ഉണ്ടാവും. ഹല്ലേലൂയ. ഇനി യെരമ്യാ പ്രവചനം 11:3 വാക്യം ഒന്ന് വായിക്കാം. യെരമ്യാ പ്രവചനം 11:3. ഹല്ലേലൂയ. നീ അവരോട് പറയരുതെന്നാൽ എന്റെ ദൈവമായ യഹോവ ഇപ്രകാരമായിട്ട് ചെയ്യുന്നു. നീ നിയമത്തിന്റെ വചനങ്ങളെ കേട്ടനുസരിച്ച് ആരാണ്? ഹല്ലേലൂയ. നിയമം അനുസരിക്കാത്തവൻ ശപിക്കപ്പെട്ടവനാ. ക്രിസ്തുവിന്റെ നിയമം പഠിപ്പിക്കാത്തവനും പഠിക്കാൻ പ്രയാസങ്ങളും ചെയ്യുവാൻ പ്രയാസങ്ങളും നീ എന്തിന്റെ സഭയില് ശാപഗ്രസ്തനെ നീ സഭയിൽ നിർത്തണ്ട. ശാപഗ്രസ്തനെ നീ നിർത്തണമെങ്കിൽ 40 ദിവസം പോരാ, 400 ദിവസം നീ ഇരുന്ന് ഉപസിച്ചോ, അവർക്ക് വേണ്ടി പറഞ്ഞോ, അവന്റെ പോക്കറ്റിലുള്ള കാശൊക്കെ നീ എന്ത് ചെയ്തോ, മേടിച്ച് ഭക്ഷിച്ചോ, ഒരു പ്രശ്നവുമില്ല. ഒരു വ്യക്തിയോ ഒരു സഭയോ അല്ല നമ്മൾ പറയുന്നത്. നമുക്ക് സഭ എന്ത് ചെയ്യുന്നു നമുക്ക് അറിയേണ്ട കാര്യമില്ല. പാസ്റ്റർമാർ എന്ത് ചെയ്യുന്നു നമുക്ക് അറിയേണ്ട കാര്യമില്ല. നിൽക്കുന്നത് തോന്നുന്നു വീഴാതിരിക്കട്ടെ, സൂക്ഷിക്കട്ടെ എന്ന പൗലോസ് പറഞ്ഞ പകരം നാം വീഴാതിരിക്കുക എന്നുള്ളതാണ് നമ്മുടെ കടപ്പാട്. ഒഴുക്കിനെതിരായി നീന്തുന്ന നാം ഒഴുക്കിൽപ്പെട്ടു പോകുന്നവരെ പിടിച്ചു വലിച്ചു കയറ്റാൻ നിൽക്കണ്ട. ഞാൻ അക്കരയ്ക്ക് എത്തുമോ? ഞാൻ ശാപത്തിൽ നിന്ന് വിടുതൽ പ്രാപിച്ചവനാണോ? എൻ്റെ വീട്ടിൽ ശാപമുണ്ടോ? ഞാൻ ദൈവത്തെ തോൽപ്പിക്കുന്നുണ്ടോ? ഞാൻ സ്വാതന്ത്ര്യം പ്രാപിച്ചിട്ടുണ്ടോ? ഞാൻ അനുഗ്രഹം പ്രാപിച്ചവനാണോ? ഞാൻ ദൈവമകനാണോ എന്ന് നാം നമ്മെ തന്നെ ശോധന ചെയ്ത് പോയാൽ മതി. മറ്റുള്ളവരെ കുറിച്ച് നമുക്ക് എന്ത് ചെയ്യണ്ട, നോക്കേണ്ട ഒരു കാര്യവും ഇല്ല. അപ്പൊ ഇവിടെ പറയുന്നത്, യെരമ്യാവ് മുഖാന്തരം പറയുന്നത്, നീ ചട്ടങ്ങളും ക്രമങ്ങളും അനുസരിച്ച് നടന്നാൽ ഹല്ലേലൂയ മിസ്രമിന് വരുത്തി യാതൊരു ബാധയും വരുത്തില്ല എന്ന് പുറപ്പാട് പുസ്തകം 15-ാം അധ്യായത്തിൽ പറയുന്ന പ്രകാരം ദൈവം ഈ യെരമ്യാവ് പറയാണ്, നീ ന്യായപ്രമാണം, കൽപ്പനകൾ, ദൈവത്തിന്റെ ഹല്ലേലൂയ നിയമങ്ങൾ അനുസരിച്ച് നടക്കുന്നവനാണെങ്കിൽ നിനക്ക് എന്തില്ല? ശാപമില്ല. അല്ലെങ്കിലോ നിനക്ക് ശാപം. ഈ ശാപത്തിനൊക്കെ നീ 3 ദിവസം ഉപയോഗിച്ചാൽ മതിയാ, 7 ദിവസം ഉപയോഗിച്ചാൽ മതിയാ, 40 ദിവസം ഉപയോഗിച്ചാൽ 40 ദിവസം ഉപയോഗിക്കുമ്പോൾ അതിനുള്ള മെച്ചമുണ്ടെന്ന് ആർക്കറിയാം? പാസ്റ്റർമാർക്ക് അറിയാം. ഹല്ലേലൂയ. അത് എനിക്കും അറിയാം. എൻ്റെ സഭയിൽ ശാപവസ്തുക്കൾ ഇല്ലാത്തത് കൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നില്ല. ഹല്ലേലൂയ. ഞാൻ ആരെയും നിർബന്ധിക്കാറില്ല ഉപവാസം എടുക്കാൻ. ഞാൻ ഇടയ്ക്ക് ഉപവാസം എടുക്കും. അങ്ങനെ ഉപവാസം വേണ്ടവർക്ക് ഉപവാസം എടുക്കാം. എന്നാൽ ശാപം മാറാൻ വേണ്ടി നീ എന്ത് ചെയ്യണ്ട? ദുഷ്ടന്റെ വീട്ടിലാണ് ശാപം, ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവന്റെ വീട്ടിൽ എന്തില്ല? ശാപമില്ല. യോശുവ പുസ്തകം 6:26 വാക്യം വായിക്കാം. ശാപം ഉണ്ടോ ഇല്ലെന്ന് ഇപ്പൊ ഇവിടെ തെളിയിച്ചിട്ട് പോണല്ലോ അവർക്ക്. യോശുവയുടെ പുസ്തകം 6-ാം അധ്യായത്തിന്റെ 26-ാം വാക്യം. ശബ്ദം ചെയ്തു, ഈ യെരിഹോ പട്ടണം പണിയുന്നവന് നീയേ ഹല്ലേലൂയ ശാപവസ്തു ഭക്ഷിക്കാനും വേണ്ട, ശാപവസ്തു നീ സ്വരൂപിക്കാനും വേണ്ട, ശാപവസ്തു നീ പണിയാനും പോണ്ട. നീ പോയാൽ നീ ആരാണ്? നമ്മുടെ സഭയിലുണ്ട് അങ്ങനത്തെ ഒരാൾക്കാര്. യെരിഹോ മതിൽ പണിയാൻ പോണ്ട, അതിന് കട്ടടയ്ക്കാൻ പോണ്ട, ആരെങ്കിലും പോണ്ട. ഹല്ലേലൂയ. ദൈവം നശിപ്പിച്ചതിന്, ദൈവം ഇല്ലായ്മയാക്കിയവന്, ദൈവം തുടച്ചു മാറ്റിയവന് നീ എന്ത് ചെയ്യണ്ട? സഹായിക്കാൻ പോവുകയാണെങ്കിൽ നീ ശപിക്കപ്പെട്ടവനാണെന്ന് പുസ്തകം വ്യക്തമായി പറയുമ്പോൾ, അങ്ങനെയുള്ളവർ നമ്മുടെ സഭയിൽ ഇല്ലാത്തതുകൊണ്ട് നമ്മുടെ സഭയിൽ എന്തില്ല? ശാപം എന്ന് പറയുന്നത് ഇല്ല. നാം എല്ലാവരും ആരാണെന്നറിയാമോ? ദൈവദാസന്മാരാണ്, ദൈവമക്കളാണ്, ദൈവകൽപ്പന അനുസരിക്കുന്നവരാണ്. ദൈവത്തെ ഹല്ലേലൂയ മോഷ്ടിക്കുന്നവരല്ല. നാം ക്രിസ്തുയേശുവിൽ വീണ്ടും ജീവിച്ച് ക്രിസ്തുയേശുവിന് വേണ്ടി ഹല്ലേലൂയ അവന്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്ന നാം ഹല്ലേലൂയ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. ഹല്ലേലൂയ. ലാഭം പറയാണ്,
ദൈവത്താൽ യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ടവനെ നീ അകത്ത് വരിക. എലിയാസരോട് പറയുന്നറിയുമോ? യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ടവനെ നീ അകത്ത് വരിക. അകത്ത് വരുന്നവൻ ആരായിരിക്കും അറിയാമോ? യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ടവനാവണം. സഭയിൽ ഒരുത്തം വരുമ്പോൾ അവൻ ആരായിരിക്കണം? അകത്തേക്ക് വിളിച്ച് കയറ്റുമ്പോഴേ അവൻ അനുഗ്രഹിക്കപ്പെട്ടവനാണ്. അല്ലെങ്കിൽ നീ അനുഗ്രഹം കൊടുക്കണം. അവനോട് പറയണം നീ ശാപമില്ല എന്ന് പറയണം. 3 കാര്യം. ഒന്ന് നീ സഭയിലേക്ക് വരുന്ന ആരായിരിക്കണം എന്ന് പറഞ്ഞാൽ അപ്പം വീഞ്ഞു കൊടുക്കുന്നവന് സഭ. അവൻ ഹല്ലേലൂയ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് പരിശുദ്ധാത്മ പ്രാപിച്ച് നിത്യജീവനെ അവകാശമാക്കി ഹല്ലേലൂയ നിത്യജീവന് വേണ്ടി ഒരുങ്ങുവാൻ കാഹളം കേൾക്കുവാൻ ഒരുങ്ങിയിരിക്കുന്നവൻ വിശുദ്ധനാണ്. അവനെ നീ സഭയിൽ എടുക്കുമ്പോൾ അവന് ശാപമില്ല. ഹല്ലേലൂയ. എന്നാൽ ശാപമുണ്ട് ആർക്ക്? എരിയോ മതിൽ നീ പണിയാൻ പോണ. ദൈവം തകർത്തിന് ഇല്ലായ്മയാക്കിയാലും നീ എന്ത് ചെയ്യാൻ പോണ്? ഹല്ലേലൂയ. കല്ല് വെക്കാനും വാതിൽ വെക്കാനും പോകണമെങ്കിൽ അവന്റെ വീട്ടിൽ എന്തുണ്ട്? ശാപമുണ്ട്. ഹല്ലേലൂയ. ആ ശാപമുള്ള വ്യക്തികള് എന്ത് ചെയ്യരുത്? നീ കൊണ്ട് നടക്കരുത്. ശാപമില്ലാത്തവനെ നീ കൊണ്ട് നടന്നാൽ നിനക്ക് നിത്യയിലെത്താം. നിത്യയിലാവരുന്ന ദൈവത്തിൽ നിന്ന് പ്രതിഫലം വാങ്ങാം. എന്നാൽ നീ ശാപമില്ലാത്തൊരു പാസ്റ്ററാണെങ്കിൽ നിന്റെ സഭയിൽ ആരും ശാപമുള്ളവര് ഉണ്ടായിരിക്കുകയില്ല. ദൈവസഭ അടയ്ക്കപ്പെട്ട തോട്ടമാണ്. അത് മുതിരിട്ട കിണറാണ്. അത് ദൈവശക്തിയാൽ നിറയപ്പെട്ടതാണ്. അത് ആത്മശക്തിയാൽ നിറയപ്പെട്ടതാണ്. ആ ദൈവത്തിന്റെ കൃപയാൽ ആയിരിക്കുന്നതാണ്. അവർ ദൈവത്തിന്റെ കൂടെ നടക്കുന്നവരാണ്. സ്വർഗത്തിൽ അവര് ഈ ഹല്ലേലൂയ സകല വാഴ്ചകൾക്കും ഹല്ലേലൂയ അധികാരങ്ങൾക്കും മേലെ അവനിൽ നിന്ന് വാങ്ങി സ്വർഗസ്ഥലങ്ങളിൽ ഇരുത്തി അവന് ദൈവസഭയിൽ ഇരുത്തുമ്പോൾ അവൻ സ്വർഗത്തിലാണ് ഇരിക്കുന്നുള്ള ബോധം ആർക്കുണ്ടാവണം? ഒരു വിശ്വാസിക്ക് ഉണ്ടായിരിക്കണം. അത് പാസ്റ്റർ ഉണ്ടായിരിക്കണം കേട്ടോ. പാസ്റ്റർക്ക് ഉണ്ടാവാൻ വലിയ സാധ്യതയില്ല. എന്താ കാരണം വെച്ചാൽ ശാപമുള്ളവനെ തന്നെ കാശ് കിട്ടുള്ളൂ കേട്ടോ. ശാപമില്ലാത്തവന് നിങ്ങളുടെ കാശ് കിട്ടുമോ? നിങ്ങൾ ദശാംശം കൊടുക്കും, വേറെ വല്ലതും കൊടുക്കുമോ? ഹല്ലേലൂയ. ശാപമില്ലാത്തവന് എന്തില്ല? കാശ് വരുമാനം കുറവാ. ഹല്ലേലൂയ. ഞാൻ പല ആൾക്കാരും കണ്ടിട്ടുണ്ട്. പാപം ചെയ്തു കഴിഞ്ഞാൽ വിചാരിക്കുന്നതിനേക്കാൾ ഇരട്ടി ബണ്ണാത്തിൽ കൊണ്ടിടും. പാപം ചെയ്യുന്നവർ കൃത്യമായി കൊടുക്കും. അവരുടെ വീട്ടിൽ അനുഗ്രഹം ഉണ്ടായിരിക്കും. ഹല്ലേലൂയ. മറ്റൊരു വീട്ടിൽ എന്തുണ്ടായിരിക്കില്ല? എന്നും ശാപമായിരിക്കും. ഇന്നല്ലെങ്കിൽ നാളെ അത് ശാപമായി മാറും. അവരുടെ തലമുറയും ശാപമായി തീരും. അതുകൊണ്ട് ഇന്ന് പിൽക്കാലം ദൈവമക്കളായി നാം അറിഞ്ഞിരിക്കേണ്ടത്, ന്യായപ്രമാണം അനുസരിച്ചുവെങ്കിൽ ഹല്ലേലൂയ നിനക്ക് ശാപമില്ല. ദൈവകൽപ്പന അനുസരിക്കുന്നുവെങ്കിൽ നിനക്ക് ശാപമില്ല. ദൈവത്തെ കീഴ്പ്പെട്ട് അവന് കാൽവരി ക്രൂശിൽ ശരണം പ്രാപിച്ച് അവനെ ആശ്രയിച്ച് മുന്നോട്ട് പോകുന്നവർക്ക് ശാപമില്ല. ഇപ്പോൾ ക്രിസ്തുയേശുവിലേക്ക് ഒരു ശാപമില്ല. ഹല്ലേലൂയ. യെരിഹോ മതിൽ നീ പണിയാൻ പോകണ്ട. ന്യായപ്രമാണം നീ അനുസരിച്ചേ മതി വരുമോ? ഇത്രയും മനസ്സിലായി? നമുക്ക് ഇത്രയും മനസ്സിലായാൽ മതി ഒരു വിശ്വാസി തുറയിലെത്താൻ. അല്ലെങ്കിൽ നീ എന്നും ശാപവസ്തുവാണെന്ന് പറഞ്ഞ് എന്ത് ചെയ്തോ നടന്നോ, എനിക്ക് യാതൊരു വിരോധമില്ല. അപ്പൊ നമ്മള് ഹല്ലേലൂയ റോമാലേഖനം പഠിച്ചപ്പോൾ പാപത്തിന് കീഴിൽ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി. നാം ഇനി ആ പാപത്തിന് അടിമകളല്ല. ആ മുഖം നമ്മിൽ നിന്ന് മാറ്റി, ആ ബന്ധനം നമ്മളിൽ നിന്ന് മാറ്റി ഹല്ലേലൂയ നമുക്ക് സ്വസ്ഥത നൽകിയിരിക്കുന്നു. സങ്കീർത്തനക്കാരൻ പറയുന്ന ഇപ്രകാരമാണ്, നീ എന്റെ ബന്ധനങ്ങളെ അഴിച്ചിരിക്കുന്നുവല്ലോ. ഹല്ലേലൂയ. ബന്ധനങ്ങളുള്ളവനെ സ്തുതിസ്തോത്രം അർപ്പിക്കാൻ കഴിയില്ല. അവൻ അർപ്പിച്ചാൽ തന്നെ അവന്റെ മേത്ത് പിശാചിന്റെ ഹല്ലേലൂയ ശക്തിയാണ്. മനസ്സിലായില്ല? ഇന്നിപ്പോ എല്ലാവരും കൈകൊട്ടി ആട്ടല്ലേ ആട്ടം. ഹല്ലേലൂയ. നിന്റെ പാപസംബന്ധമായി ബന്ധനം അഴിഞ്ഞിട്ടില്ലെങ്കിൽ, നിന്റെ ശാപം നിൽ നിന്ന് മാറിപ്പോയിട്ടില്ലെങ്കിൽ, നീ എത്ര ആടിയാലും എന്തെല്ലാം പറഞ്ഞാലും ശൗലിന്റെ മേലെ ഇറങ്ങിയ ആത്മാവ്, ദാവീദിന്റെ മേലെ ഇറങ്ങിയ ആത്മാവും ശൗലിന്റെ മേലെ ഇറങ്ങിയ ആത്മാവും ദൈവത്തിൽ നിന്ന് വന്നതെങ്കിലും അല്പം കഴിഞ്ഞപ്പോൾ ഹല്ലേലൂയ അഹങ്കാരം, തന്നിഷ്ടം, ബുദ്ധിഹീനത, ഹല്ലേലൂയ ദ്രവ്യാഗ്രഹം ഇതൊക്കെയും വന്നപ്പോൾ ശൗലിന്റെ മേൽ സ്വർഗത്തിൽ നിന്ന് തന്നെ ദുരാത്മാവ് വന്നു. അവനെ നിയന്ത്രിക്കുന്നത് കാണുവാൻ കഴിയും. ദൈവദാസൻ തന്നെയാ, ദൈവദാസന്മാര് തന്നെയാണ്. എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കുക, ഹല്ലേലൂയ നീ കൃത്യമായി ജീവിച്ചാൽ നിന്റെ മേലെ ദൈവത്തിന്റെ ആത്മാവ്. നീ കൃത്യമല്ലാതെ ജീവിച്ചാൽ ശൗലിന്റെ ആത്മാവ്, അവനും അന്യഭാഷ പറയൂട്ടോ, അവനും മറുഭാഷ പറയും, അവനും പ്രവചിക്കും, അവനും സ്വപ്നങ്ങളെ കാണും. അവൻ ഒരു കാര്യമുണ്ട്, അവൻ വീണ്ടും മലർന്നു കിടക്കൂട്ടോ. കിടപ്പിന് വ്യത്യാസമുണ്ട്. ഇന്നിപ്പോ അനേകരെ തട്ടിയിട്ട് മലർന്നു വീണില്ലേ? അടയാളം വെച്ചോ നിങ്ങള്? ഹല്ലേലൂയ. നിങ്ങൾക്ക് അടയാളം ബൈബിളിൽ കുറേ ഒന്നുണ്ട്. ഹല്ലേലൂയ. എല്ലാ അടയാളങ്ങളും നിങ്ങൾ ഓരോന്നോരോന്ന് പഠിച്ചാൽ മതി. ദുരാത്മാവ് വന്നവൻ എവിടെ കിടക്കും? എങ്ങനെ കിടക്കും? മലന്നടിച്ച് കിടക്കും. ദുരാത്മാവ് പ്രാപിച്ച
ഒരു സ്ത്രീ ഹല്ലേലൂയ അട്ടഹാസം കാണിക്കും സഭയിൽ. അവൾ തലയിൽ എന്തുണ്ടായിരിക്കില്ല? തുണി ഉണ്ടായിരിക്കില്ല കേട്ടോ. അടയാളം നിങ്ങൾ വേണമെങ്കിൽ നോക്കിക്കോ. ഇവിടെയൊക്കെ കുറേ സഭകൾ തന്നെ കൊട്ടും പാട്ടും തിക്കും തിരക്കും ആകെ ആത്മാവ് പാർഭാഷ. അങ്ങനെ ആത്മാവ് അങ്ങോട്ട് ഇറങ്ങിയിട്ട് ഹല്ലേലൂയ. മൂന്നാമത്തെ കാര്യം നീ മനസ്സിലാക്കിക്കോ, അത് ബ്രദറിന് ഉപദേശം എന്നല്ല, ബൈബിൾ ഉപദേശത്തിന്. സ്ത്രീ ജനം സഭയിൽ എന്ത് ചെയ്യരുത്? ആവശ്യത്തിന് സംസാരിക്കാം, ആവശ്യം സാക്ഷി പറയാം, ആവശ്യം പറയാം. ഈ പാസ്റ്റർ മേലെ എന്ത് വേണ്ട? മനസ്സിലായ? സഭയിൽ സ്ത്രീക്കൊക്കെ അധികാരമുണ്ട്. പൗലോസ് പറഞ്ഞൊരു വശം തന്നെ, സ്ത്രീ ജനം സഭയില് മിണ്ടാതിരിക്കട്ടെ എന്ന് പറഞ്ഞാൽ അനങ്ങാണ്ടിരിക്കാനല്ല പറഞ്ഞത്. അവർക്ക് മിണ്ടാൻ സ്വാതന്ത്ര്യമുണ്ട്, സാക്ഷി പറയാൻ സ്വാതന്ത്ര്യമുണ്ട്, പ്രബോധനം പറയാൻ സ്വാതന്ത്ര്യം, എല്ലാ സ്വാതന്ത്ര്യം പൗലോസ് കൊടുത്തിട്ടുണ്ട്. ഹല്ലേലൂയ. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ എങ്ങനെ സൃഷ്ടിച്ചെന്നറിയാ? അറിയില്ല. ആണും പെണ്ണുമായി സൃഷ്ടിച്ച. ഈ ആണിൽ തന്നെ ആരുണ്ട്? പെണ്ണുണ്ട്. പെണ്ണിൽ തന്നെ എന്തുണ്ട്? ആണും പെണ്ണുമായി സൃഷ്ടിച്ചുവെങ്കിൽ ഹല്ലേലൂയ, പുരുഷനുള്ളപ്പോ നീ എന്ത് ചെയ്യണ്ട? നമ്മൾ സാധാരണ പറയില്ലേ, തലയുള്ളപ്പോ വാലെന്ത് ചെയ്യണ്ട? ഇന്നിപ്പോ അനേക സഭകളിൽ പാസ്റ്റർച്ചികളും അവരൊക്കെ നമ്മൾ സ്നാനം കൊടുത്തോണ്ടിരിക്കണേ. അവർക്കാണ് ആത്മാവ് മുഴുവൻ ഇറങ്ങണേ. തെറ്റൊന്നുമില്ല. തെറ്റ് പറയാൻ നമുക്ക് എന്തില്ല? അവകാശമില്ല. അവരവർ പ്രകാരം തന്നോട്ട്. ഹല്ലേലൂയ. അവരെ നമ്മളെന്ത് ചെയ്യാൻ? നിഷേധിക്കാനോ അവരെ കുറ്റം പറയാനോ നമുക്ക് യോഗ്യതയില്ല. ഹല്ലേലൂയ. അവരവർ ഉപദേശം. നമ്മുടെ ഉപദേശം അതല്ല. നമ്മുടെ ഉപദേശം എന്ന് പറയുമോ, തല ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണ്ട? ഇവിടെ വാല് ആടണ്ട. നീ ഒരു സ്ത്രീയാണെങ്കിൽ തലയിൽ എന്തുണ്ടായിരിക്കണം? ഇപ്പൊ സ്ത്രീനും പുരുഷനും തിരിച്ചറിയണമെങ്കിൽ ഇവിടെ തലയിൽ എന്തുണ്ടായിരിക്കണം? മുണ്ട്, തുണി ഉണ്ടായിരിക്കണം. ഹല്ലേലൂയ. അങ്ങനെ കുറെ വ്യത്യാസങ്ങളുണ്ട്. അതുപോലെ തന്നെ നീ അഴിഞ്ഞാടണ്ട. പുരുഷന്മാരുണ്ട് അഴിഞ്ഞാടാൻ. പുരുഷന്മാരുണ്ട്. ആണത്തുള്ള പുരുഷന്മാരില്ലെങ്കിൽ സ്ത്രീകൾ എന്ത് ചെയ്യും? ഡാൻസ് ആടും. ഒരു വിരോധമില്ല. അത് നമ്മുടെ ഉപദേശമല്ല. നിൽക്കുന്നതൊന്നും വീഴാതിരിക്കട്ടെ, സൂക്ഷിക്കട്ടെ. ഒഴുക്കിനനുസരിച്ച് നമ്മൾ പോകണ്ടല്ല. ഒഴുക്കിന് എതിരായി ഒഴിയുമ്പോൾ മറ്റുള്ളവരെ ഉപദേശിക്കേണ്ട അല്ല നമ്മുടെ കിടപ്പ്. ഞാൻ എൻ്റെ സഭയിലുള്ളവർ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ കേട്ടോ. പുറത്തുള്ളവർ എനിക്ക് എന്തല്ല, ഒരു വിഷയമേ അല്ല. ഹല്ലേലൂയ. മൂന്നാമത് രണ്ട് കാര്യം പറഞ്ഞ ശേഷം മൂന്നാമത് പറയാൻ ഇവിടെ സമയമില്ലാത്തതുകൊണ്ട് ഇവിടെ ഞാൻ നിർത്തിയാണ്. അടുത്ത ആഴ്ച നമുക്ക് ഇതിന്റെ ബാക്കി. ഹല്ലേലൂയ. 1 പാപത്തിന്മേലുള്ള ജയം, 2 ശാപത്തിന്മേലുള്ള ജയം, 3 ശത്രുമേലുള്ള ജയം. മനസ്സിലായ? 3. 4 ശവകുഴിയിന്മേലുള്ള ജയം. അതൊക്കെ വാക്യം തയ്യാറാക്കിയിട്ടുണ്ട്. ഹല്ലേലൂയ. ശവക്കുഴിയിൽ നിന്നുള്ള ജയം. 3 എന്നേക്കുമായുള്ള പിശാചിന്റെ മേലും മരണത്തിന് മേലും കുഴിയുടെ മേലും അന്ധകാരത്തിന്റെ സകലത്തിന്റെ മേലെ നമുക്ക് അധികാരം തന്നിരിക്കുന്നു. വെളിപ്പാട് പുസ്തകം 12. അത് അടുത്ത ആഴ്ചയിൽ ഞാൻ പറഞ്ഞു തരാം. ഹല്ലേലൂയ. 2 കാര്യം ഒന്ന് ഓർമ്മിക്കുക. റോമാലേഖനം 8 വായിച്ചു. പാപത്തിൽ നിന്ന് വിടുതൽ. ആ മുഖം നമ്മൾ ഇന്ന് മാറിപ്പോയി. 2 റോമാലേഖനം 8 ഗലാത്യ ലേഖനം 3:13 വായിച്ചു. ശാപത്തിൽ നമ്മൾ വിടുതൽ വായിച്ചു. അടുത്ത പ്രാവശ്യം മരണത്തിൽ നിന്നുള്ള വിടുതൽ നമുക്ക് ലഭിച്ചിട്ടുണ്ടോ ഇല്ല എന്ന് നമുക്ക് ബൈബിളിൽ കൂടി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. മരണത്തിന്മേൽ അധികാരം ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. ഹല്ലേലൂയ. അത് നമുക്ക് അടുത്ത ആഴ്ച പഠിക്കാം. അതുകൊണ്ട് നമുക്ക് ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാം. ഒരു പാട്ടിൻ്റെ അടി പാടി പെട്ടെന്ന് അവസാനിപ്പിക്കാം.